നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ ഒരു മലയാളികൾ സംഘത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയ മലപ്പുറത്ത് നിന്നെത്തിയ കുറച്ച് യുവാക്കളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് എവിടെയാ? തിരൂർ. മലപ്പുറം തിരൂർ. ഇങ്ങോട്ടേക്ക് ഇത് അറിഞ്ഞുകൊണ്ടെത്തിയാണ്. അത് ഞങ്ങൾ കസോള് യാത്രക്കായിട്ട് വന്നതാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നേ. നേരെ തിരിച്ച് ഡൽഹിയിൽ പാറ്റ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ മലപ്പുറത്ത് നിന്ന് പോയ ഒരു സംഘത്തെ റിപ്പോർട്ടർ ചാനലിലെ അവരോട് സംസാരിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ മുൻപ് ഞാൻ മറ്റൊരു വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്, അതായത് ഈ പാറ്റ സമരത്തിൻ്റെ വിഷയത്തിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവർ ഈ സമരത്തിനായിട്ട് പോയതല്ല, അത് അവരുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ മറ്റൊരു സ്ഥലത്തേക്കാണ് പോയത്. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും അതിന് ചില പ്രത്യേകത ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സ്ഥലം ഹിമാചൽ പ്രദേശിലാണുള്ളത്. ഇതിനൊരു വേറൊരു പേര് കൂടിയുണ്ട്, മിനി ഇസ്രായേൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ പേരിൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി കാണും. അവിടെ ഇസ്രായേലികളായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് ഇന്ത്യയിൽ സന്ദർശിക്കുന്ന സ്ഥലമാണ്. അവർ പിന്നെ ഗോവയിൽ പോകാറുണ്ട്, നമ്മുടെ കേരളത്തിൽ വർക്കലയിലൊക്കെ പോകാറുണ്ട്. ഇസ്രായേലി എന്ന് പറയുമ്പോൾ IDF, അതായത് അവരുടെ മിലിറ്ററി, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിലെ അംഗങ്ങൾ, അവർ അവധി ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ വന്നിട്ട് ഈ സ്ഥലത്താണ്. അവിടെ ധാരാളം ഇസ്രായേലികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അത് മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. ഈ ദൃശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു ദൃശ്യം കൂടി കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിന് ഞാനിത് നിങ്ങളെ കാണിക്കുന്നു എന്ന്. ഇന്ന് IDFകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തെ ഏറ്റവും വലിയ വെക്കേഷൻ ഡെസ്റ്റിനേഷൻ ഏതാണെന്നറിയോ? നമ്മുടെ മഹത്തായ ഭാരത മഹാരാജ്യമാണ്. ഇന്ന് IDFകാർ ഏറ്റവും അധികം വെക്കേഷൻ ഇങ്ങനെ വരുന്നത് ഇന്ത്യയിലാണ്, പ്രധാനമായും ഹിമാചൽ പ്രദേശ് ഹാസ് ബിക്കം എ മിനി ഇസ്രായേൽ എന്ന് പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചു. ഹിമാചൽ പ്രദേശിൽ, പിന്നെ ഗോവയിൽ, പിന്നെ നമ്മുടെ വർക്കലയിലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഏറ്റവും സേഫസ്റ്റ്, ദ മോസ്റ്റ് ഫേവേർഡ് ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. കേസിൽ അതാണ് അതിലൊരു തമാശ എന്ന് വെച്ചാൽ ഹിന്ദു രജ ഫൗണ്ടേഷൻ ഇന്ത്യയിലും കേസ് തുടങ്ങിക്കഴിഞ്ഞു. 2 കേസ് അവരിവിടെ കൊടുത്തു കഴിഞ്ഞു. ഒന്ന് കഴിഞ്ഞ വർഷം മെയിൽ കൊടുത്തതാണ്, പിന്നെ ഈ ഓഗസ്റ്റിലൊരു കേസ് കൊടുത്തു. 2 മെയിൽ കഴിഞ്ഞ വർഷത്തെ കേസിന്റെ ഡീറ്റെയിൽസ് ദാവൂദ് മുഴക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗ് വിസിലാണ്. ഇതാ നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ജൂതന്മാർ ഇന്ത്യയിൽ വന്നിറങ്ങുന്ന സ്ഥലം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇയാൾ. ഇതിനെ തുടർന്ന് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ഈ ഇസ്രായേലികൾക്കെതിരെ അന്താരാഷ്ട്ര കോടതിയും മറ്റ് സംഘടനകളൊക്കെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ജനീവ കൺവെൻഷൻ അനുസരിച്ച് ഇന്ത്യ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്ത്യ സർക്കാർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവർ ഇന്ന സ്ഥലങ്ങളിൽ വന്നു പോകുന്നു, ഹിമാചലിലെ ഈ മസൂളിൽ വരുന്നു, അതേപോലെ തന്നെ ഗോവയിൽ വരുന്നു, വർക്കലയിൽ വരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ട ആ മലപ്പുറത്തെ സുഡാപ്പികൾ പോയ സ്ഥലം മസൂളാണ്. ഇവിടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇസ്രായേലികൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ മസൂൾ എന്ന സ്ഥലം. അവിടേക്ക് തന്നെയാണ് സുഡാപ്പികളും ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഒരുപക്ഷെ അറിയാമായിരിക്കും. പക്ഷേ അതൊരു മിനി ഇസ്രായേൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പലർക്കും ഒരു പുതിയ അറിവാണ്. പക്ഷേ സുഡാപ്പികളായിട്ടുള്ളവർക്ക് ഇതെല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാം. അവർ നേരത്തെ തന്നെ, സാധാരണഗതിയിൽ ജൂതന്മാർ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന സ്ഥലത്ത് സുഡാപ്പികൾ പോവേണ്ടതല്ല. അത് അവരുടെ കിതാബിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതിനെപ്പറ്റി ലോകം തന്നെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് വിടാം. പക്ഷേ എന്നിട്ടും അവരങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കും, ആരെ വിശ്വസിക്കരുത് എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഡോക്ടർമാരായിട്ടുള്ളവർ വരെ തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെയാണ് ഈ ദാവൂദ് എന്ന് പറയുന്ന മാധ്യമ തീവ്രവാദി എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന സ്ഥലങ്ങളിലാണ് നമ്മുടെ ശത്രുക്കളായ ജൂതന്മാർ വരുന്നത്. പക്ഷേ അപ്പോഴേക്കും അതിനകം തന്നെ അവിടേക്ക് ലക്ഷ്യം വെച്ച് പോകുന്ന മലപ്പുറത്തുള്ള സുഡാപ്പികളുമുണ്ട് എന്നൊരു പുതിയ അറിവാണ്. ഇതിൽ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും. അവർ മാത്രമല്ല, ഇസ്രായേലി മൊസാദും അടക്കമുള്ളവരൊക്കെ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടാവും. തങ്ങളുടെ ആളുകൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ചില പ്രത്യേക കൂട്ടരും ലക്ഷ്യം വെച്ച് വരുന്നുണ്ടോ എന്നത് അവർ ശ്രദ്ധിക്കാതിരിക്കില്ല. കാരണം ഇവിടെയുള്ള കേരളത്തിലുള്ള ചില യൂട്യൂബ് ചാനലുമാരെ, അതായത് നിരന്തരമായിട്ട് ഈ സുഡാപ്പികൾക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ അവർ തെരഞ്ഞു പിടിച്ച് ഇസ്രായേലിൻ്റെ നാഷണൽ ഡേക്കും മറ്റുമൊക്കെ അവർ വിളിച്ചു വരുത്തുകയും ആദരിക്കുകയൊക്കെ ചെയ്താണ്. ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, അവർ സോഷ്യൽ മീഡിയയിലൊക്കെ അത് പങ്കുവെച്ചതാണ്. അപ്പോൾ അത്രയും ചെറിയ കാര്യങ്ങൾ വരെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തങ്ങളുടെ ആളുകൾ ഇന്ത്യയിൽ വരുന്ന സ്ഥലത്ത് ഇന്ത്യൻ സർക്കാർ മാത്രമല്ല, ഇന്ത്യൻ സർക്കാർ തീർച്ചയായിട്ടും ഇവർക്ക് സുരക്ഷ കൊടുത്തേ പറ്റൂ. അവരുടെ രഹസ്യ നിരീക്ഷണവും മറ്റും ഉണ്ടാവും. അതിനൊപ്പം തന്നെ അവരെ ലക്ഷ്യം വെച്ചാണോ അല്ലയോ എന്ന് പറയാറായിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക കൂട്ടരും അങ്ങോട്ടേക്ക് തന്നെ ലക്ഷ്യം വെച്ച് പോകുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യം കാണിച്ച വീഡിയോ തെളിവാണ്. കാരണം മലപ്പുറത്ത് കിടക്കുന്ന അവന്മാർ ഈ മഴയ്ക്ക് മഴയെന്നും കുഴിക്ക് കുയ്യെന്നും പൊയെന്നും പുത്തകവും എന്നൊക്കെ പറയുന്ന ആ ടീമുകൾ വെച്ച് പിടിച്ച് മസൂളിലേക്കൊക്കെ പോകണമെങ്കിൽ
അതായത് ആദ്യത്തെ കൂട്ടരൊന്നും ആയിരിക്കില്ല. അവന്മാർ കുറേ ആളുകൾ സ്ഥിരമായിട്ടൊക്കെ പോയി വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കണം ഈ മസൂൾ. അവിടെയാണ് ഇസ്രായേലികളും വന്നിറങ്ങുന്നത് എന്നതാണ് ഇതിലെ പ്രത്യേകത. അവിടേക്ക് ഇന്ന സ്ഥലങ്ങളിലാണ് ജൂതന്മാർ വന്നു പോകുന്നത് എന്നത് മറ്റ് അറിയാത്ത അവരുടെ കൂട്ടരെ തന്നെ വിളിച്ചറിയിക്കാനുള്ള ഒരു ഡോഗ് വിസിലായിരുന്നില്ലേ ഈ ജിഹാദി ദാവൂദ് അടുപ്പുകലിൻ്റെ മുകളിൽ ഇരുന്ന് ചർച്ച നടത്തിയപ്പോൾ വിളിച്ച് പറഞ്ഞത് എന്നതാണ് ന്യായമായിട്ടും സംശയിക്കാവുന്ന കാര്യം.